രാഹുൽ ഈശ്വർ നോക്കൂ, ഒരു എഴുത്തുകാരിക്ക് നേരിട്ട അനുഭവം നേരിട്ട് പറയുകയാണ്. ഒരു എഴുത്തുകാരിക്ക് നേരിട്ട അനുഭവം, ദ്വയാർത്ഥ പ്രയോഗം അവർ നേരിട്ട് പറയുകയാണ്. രാഹുലിന് ഞാൻ ഒരു സെറ്റ് അയച്ചു തരാം, ഒരു 10-60 ഞാൻ അയച്ചു തരാം. ഈ പറഞ്ഞ ബോച്ചെ പറയുന്ന വൃത്തികെട്ട വാക്കുകൾ, അത് പ്രായഭേദമന്യേ കുട്ടികളോടാവട്ടെ പ്രായമുള്ളവരോടാവട്ടെ, ഈ പറഞ്ഞ ദ്വയാർത്ഥത്തിൽ കിടന്ന് ആറാടുന്ന ബോച്ചയുടെ ഇത് ഞാൻ അയച്ചു തരാം. ഇനി കുന്തിദേവി, ഇയാൾ പറയുന്നുണ്ടല്ലോ എന്താണ് പൗരാണത്തിലെ കുന്തിദേവി അനുസ്മരിച്ചതാണെന്ന്. മറ്റൊരു നടിയെ നിർത്തി ഇയാളെപ്പറ്റി കുന്തിദേവി എന്നല്ല മുന്തിദേവി എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞ് വൃത്തികേട് അയച്ചു തരാം. അങ്ങനെ നിരന്തരം വൃത്തികേട് മാത്രം പറയുന്ന ഒരാൾക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ രാഹുലേ? അവിടെയാണ് ദയവായി ഞാനൊന്നും പറയുന്നത് ദയവായി കേൾക്കണം. എനിക്ക് 1 മിനിറ്റ് മതി. ഞാൻ എരുമേലി പള്ളിയുടെ വെളിയിലാണ്, ഇന്നായിരുന്നു ഇവിടുത്തെ പരിപാടി, അതുകൊണ്ടാണ് എനിക്ക് റേഞ്ച് കുറവുള്ളത്. ദയവായി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബോച്ചയുടെ വക്കാലത്ത് ആരും എടുത്തില്ല, ബോച്ചയെ ആരും ന്യായീകരിച്ചില്ല. നേരെ മറിച്ച് ബോച്ചെ പറയുന്ന പ്രയോഗങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹം കൂടി തിരിച്ചറിയണമെന്നും മാപ്പ് പറയണമെന്നും അത് വലിയൊരു അവസരമാണെന്നും പറയുന്ന വ്യക്തിയാണ് ഞാൻ. 2, അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഹണി റോസിനെ ബഹുമാനപരം. ഹണി റോസ് ഇവിടെ ഒരു ഇഷ്യൂ അല്ലെന്നേ. ഹണി റോസ് അല്ല ഇവിടെ പ്രശ്നം. ഹണി റോസിന്റെ വസ്ത്രവും അല്ല പ്രശ്നം. ഹണി റോസ് അല്ല പ്രശ്നം. ഹണി റോസിന്റെ വസ്ത്രവും അല്ല പ്രശ്നം. ഒരു പരാതിയാണ്. ആ പരാതി ഇയാൾ പറയുന്ന വൈകൃത വാക്കുകളാണ്. അത് തടയണം, അതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ഹണി റോസിന്റെ ഡ്രസ് കോഡ്. അല്ല, മറുപടി പറഞ്ഞോട്ടെ. ഹണി റോസെ അല്ല പ്രശ്നമെന്ന് ശ്രീ ലാല് പറയുന്നത് വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വമാണ്. കാര്യം ഹണി റോസിന്റെ വസ്ത്രവും ബോച്ചയുടെ പെരുമാറ്റവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ലിബറലുകൾ പറയും അതിൽ കഥയില്ല രാഹുൽ. അത് ആ സത്യം നിങ്ങൾ അംഗീകരിക്കാത്തതിന്റെ കാര്യം അറിയാമോ? അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദഗതിക്ക് പ്രാധാന്യം കിട്ടില്ല. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നറേറ്റീവ് തകർന്നു വരും. അവിടെയാണ് ഞാൻ ഒരു വരി മാത്രം പറഞ്ഞു, ഇത് പറയുന്നത് കൂടെ കേട്ടിട്ട്. ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കണം. ഇനി ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ബഹുമാന പുരസ്സരം കോംപ്ലിമെന്റ് ചെയ്യണം. ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണ്, ഒരു പോസിറ്റീവ് കോംപ്ലിമെന്റ് ആണ്. അവരും അത് പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് കരുതുന്നു. നേരെ മറിച്ച് നമ്മുടെ ആൺകുട്ടികളെല്ലാം വളഞ്ഞ വഴിയിൽ ഇത് പറയരുത്. ഈ കുന്തി ദേവിയുടെ കൊള്ളപരാമർശം പറയരുത്. ഒരു അനുഭവം കൂടി പറയാൻ പെട്ടെന്ന് തന്നെ അനുവദിക്കണം. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ പറ്റി ഞാൻ തിരുത്തിയൊരു തെറ്റും കൂടി പറയാം. നമ്മുടെ അഡ്വക്കേറ്റ് മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കറും ഞാനും എല്ലാം കൂടെ നേരെ സിനിമയുടെ സെറ്റിൽ ഇരിക്കുമ്പോൾ അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് ഞാൻ അതിന്റെ പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. സിനിമയിൽ നല്ല പഞ്ചും കയ്യടി കിട്ടാനുള്ള ഒരു ഡയലോഗ് തന്നെയായിരുന്നു. പക്ഷെ മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് ശരിയല്ല, ആ വാക്ക് ഉപയോഗിക്കരുതെന്ന്. ശ്രീ ആന്റണി പെരുമ്പാവൂരോടൊപ്പം ഉണ്ട്, അവരെല്ലാം മാഡത്തോട് എഗ്രി ചെയ്തു. രാഹുൽ ആ വാക്ക് വേണ്ട, കാര്യം ആ വാക്കിന് ദൂരവ്യാപകമായി ചീത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏത് ജനുവിനായ പരാതി കൊടുക്കുന്ന കുട്ടിയുടെയും പരാതി അത് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം എന്റെ ജീവിതത്തിലോ മാധ്യമങ്ങളിലോ ഒന്നും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കണം. ഈ കുന്തിയുടെ പ്രയോഗത്തിലെ പ്രശ്നം എന്താ? കോളേജിലെ അടക്കം പിള്ളേർ കൂടുള്ള പെൺപിള്ളേർക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യും, മോശമായി സെക്ഷുവലൈസ് ചെയ്യും, കമോഡിഫൈ ചെയ്യും, ഒബ്ജക്ടിഫൈ ചെയ്യും. ആ കമോഡിഫിക്കേഷനും ഒബ്ജക്ടിഫിക്കേഷനും നിന്നു കൊടുക്കരുത് ഹണി റോസ് എന്നുകൂടിയാണ് പറയുന്നത്. അതായത് അമല പോളോ രാഹുൽ എന്തോ പറയുന്നത്? ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്തോ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കണ്ടിട്ട് രാഹുലെ താങ്കളെ ഡോക്ടറെ പോയി കാണണ്ടേ? ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ താങ്കൾ ആ ഡോക്ടറെ പോയി കാണണ്ടേ? എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ പൊന്നു രാഹുൽ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുലെ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്താണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നതാണ്. ഞാനാ പറയുന്നത്, ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ഞങ്ങൾ സാധാരണക്കാരാണ്. ഹാഷ്മി ഒരു പക്ഷേ മറ്റേ സിദ്ധനായിരിക്കും, ഹാഷ്മി യോഗി ആയിരിക്കും. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സാധാരണക്കാർക്കും തോന്നാറില്ല രാഹുൽ. അതെന്തോ പ്രശ്നമാണ്, അതെന്തോ ആരോഗ്യ പ്രശ്നമാണ്, അതെന്തോ മനോനില പ്രശ്നമാണ്. ചികിത്സിക്കണം രാഹുൽ, അത് ചികിത്സിക്കേണ്ടതാണ്. ഹണി റോസിനെ അല്ല പറയുന്നത്, ഹാഷ്മിയാണ്. ഒരു വരി ഹണി റോസ് വരും, ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ. അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും കാരശ്ശേരി മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണല്ലോ ആൾക്കാർ ഓടിക്കൂടുന്നത്. ആരെയാ കണ്ണടച്ച് പറ്റിക്കുന്നത്? അപ്പൊ ഓടിക്കൂടുന്ന ഹണി റോസിന്റെ കുറ്റമാണോ? സാറേ, ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടങ്ങ് പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? അല്ല, ഹണിയുടെ മണ്ടയ്ക്ക് വെക്കണോ കുറ്റമെല്ലാം കൂടെ? അങ്ങനെയാണ് എന്ത് സാധാരണക്കാര്?
ഏത് സാധാരണക്കാര്? സണ്ണി ലിയോൺ വന്നപ്പം കൊച്ചി ആൾക്കാരെ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ വേദാന്തം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, സത്യസന്ധമായ കാര്യങ്ങൾ കാണണ്ടേ? ശരി, ഞാൻ സ്ത്രീ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് എണ്ണ ഒഴിക്കരുത്.